അമ്മു, അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? മലമ്പൂര് സ്നേക്ക് പാർക്കിൽ. മലമ്പൂരല്ല, മലമ്പുഴ സ്നേക്ക് പാർക്കിൽ കേട്ടോ. അപ്പോൾ പാമ്പുകളെക്കുറിച്ചുള്ള പഠനത്തിന് എന്താ പേര് പറയാന്നറിയോ? ഓഫിയോളജി. എന്താണ്? ഓഫിയോളജി. അപ്പോൾ ഇതാ ആദ്യത്തെ കൂടിൻ്റെ അവിടെ എത്തിയിട്ടോ നമ്മൾ. ഇതെന്ത് പാമ്പാന്നറിയോ? ഇല്ല. മഞ്ഞച്ചേരയാണ് കേട്ടോ. അതിൽ നമുക്ക് കാണാനൊന്നുമില്ല. ആ ബേസിൻ്റെ അരികിലാണ് മഞ്ഞച്ചേര കിടക്കുന്നത്. കൂട്ടിൽ പാമ്പുണ്ട് കേട്ടോ. ഇത് എവിടെ അമ്മ പാമ്പ്? ഇതിന്റെ പേരെന്താ? വലിയ പാമ്പാണ്, അതാണ് മലമ്പാമ്പ്. പൈത്തോണെന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ്ടോ ആ അരികിൽ കിടക്കണത്. ആ കണ്ടോ. ഇതിന്റെ എവിടെ പോയി? ഇതിന്റെ പാമ്പ് എവിടെ പോയി? പാമ്പിനെ കാണിക്കാൻ പോണേ ഉള്ളൂ. ഈ കൂട്ടിലുള്ള പാമ്പാണ് വെള്ളി വരയൻ എന്ന് പറയും. ഇതിന് വിഷമില്ല കേട്ടോ. പാമ്പിനെയൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ഒക്കെ അരികിലായിരിക്കും. കുഞ്ഞു പാമ്പാ തോന്നുന്നു, അതാണ് കാണാത്തത്. പിന്നെ നല്ല വെയിലും അടിക്കും കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ കാണാതെ. ചില പാമ്പിനെയൊന്നും കാണുന്നില്ല അല്ലേ. ഈ കൂട്ടിലുള്ള പാമ്പാണ് വില്ലൂന്നിപ്പാമ്പ് എന്ന് പറയാം കേട്ടോ. വില്ലൂന്നിപ്പാമ്പിനും വിഷമില്ല. പാമ്പിനെ കണ്ടോ? ഇല്ല. ഇതിൽ എവിടെ പോയി? ആ കമ്പിലാണ് ഇരിക്കുന്നത് പാമ്പ്. ഞാൻ കണ്ടു. ഈ കൂട്ടില് ഏതാ പാമ്പ് എന്ന് നോക്കട്ടെ കേട്ടോ. നീർക്കോലിനെ അറിയില്ലേ? വിഷമില്ലാത്ത കുഞ്ഞു നീർക്കോലിയാണ് കേട്ടോ അതിലുള്ളത്. അതിൻ്റെ അരികിലൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയാൽ കാണുന്നില്ല. ഈ കൂട്ടിലുള്ള പാമ്പിൻ്റെ പേരാണ് ദേശാംപാമ്പ്. ദേശാംപാമ്പിനും വിഷമില്ല. പക്ഷേ എവിടെ? ഈ കൂട്ടിലെ പാമ്പിനെ കാണാനില്ല. ഈ കൂട്ടിലുള്ള പാമ്പിൻ്റെ പേരാണ് ആറ്റുവാഴിപ്പാമ്പ്. പേരൊക്കെ അടിപൊളിയല്ലേ. പക്ഷേ നമുക്ക് കാണുന്നില്ല, കുഞ്ഞു പാമ്പുകളാണ്. ആ രീതിയിലൊക്കെയാണ് തോന്നുന്നു. ഈ കൂട്ടിലുള്ളതാണ് പച്ചോലപ്പാമ്പ്. പച്ചോലപ്പാമ്പ് എന്ന് പറയും, പച്ചിളിപ്പാമ്പ് എന്നും പറയും. അത് എവിടെ പോയി? പച്ചക്കളറിൽ അതാ കമ്പിലുണ്ട്. പേരെന്താ? ഇത് പൂച്ചക്കണ്ണൻ പാമ്പ്. ഇതൊക്കെ വിഷമില്ലാത്ത ഇനങ്ങളാണ് കേട്ടോ. വിഷമുള്ളതൊക്കെ വേറെ ഭാഗത്താണ് തോന്നുന്നു. ഇതൊക്കെ വിഷമില്ലാത്ത പാമ്പ്. കമ്പിലുണ്ട്, പക്ഷെ ഈ വെളിച്ചടിച്ചിട്ടാണ് കാണാത്തത്. ഇതാണ് വെള്ളിക്കട്ടൻ പാമ്പാണ് കേട്ടോ. ഈ കൂട്ടിലുള്ളത് പാത്രത്തിന്റെ അടിയിൽ നല്ല വിഷമുള്ള പാമ്പാ. ഇതിന്റെ പേരെന്താ? കൂട്ടിലുള്ള പാമ്പിനെ കാണട്ടെ. ചുരുട്ടപ്പാമ്പാണ് കേട്ടോ. ചുരുട്ടപ്പാമ്പ് അതാ അരികിലോ കമ്പിലോ ജനൽമൊക്കെ ഉണ്ട്. ഇതിലുള്ളതാണ് അണലി. വട്ടക്കൂറ, ചേനത്തണ്ണൻ, പേരുകളുണ്ട്. അവിടെ ഉണ്ട് കൂട്ടില്. നല്ല വിഷമുള്ള പാമ്പാട്ടോ. ഇതിന്റെ പേരെന്താ? പാമ്പെവിടെ? പാമ്പിനെ കാണട്ടെ. മറ്റല്ലേ പറയാ മൂവരയൻ എന്നാണ് പറയുക. ഇവിടെ പാമ്പില്ല അതില്, അതാണ്. ഇനിയുള്ളതാണ് മൂർക്കൻ പാമ്പ് കേട്ടോ. മൂർക്കൻ പാമ്പ് വലിയ മൂർക്കൻ പാമ്പാ. നല്ല വിഷമുള്ള പാമ്പാണ് കേട്ടോ. കാട്ടുപാമ്പിന് വിഷമില്ല കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ പിടിച്ചേരുന്നതാണ്. മുട്ടിട്ടിരിക്കുന്നോട് കുറേ മുട്ടയൊക്കെ ഇട്ടായിരിക്കുന്നു. ഈ കൂട്ടിലുള്ള പാമ്പാണ് ഓലച്ചുരുട്ട. അതാണ്ടോ മുക്കിലും ആ മുക്കിലും ഒക്കെ ഉണ്ട്. മലമ്പാമ്പ് അല്ലെങ്കിൽ പെരുമ്പാമ്പാണിത്. കണ്ടോ എന്തൊരു വലിപ്പാണ്. ഇതെങ്ങനെ ജനല് പൊട്ടിയിട്ട് പുറത്ത് ചാടിയാലോ? ഇതിലെവിടെ പാമ്പ്? അതിലൊക്കെ നിറയെ ഉണ്ട്. അതാണ്ട് മരത്തിലൊക്കെ ചുരുണ്ടുകൂടി കിടക്കണം. ഇതില് പലതരം പാമ്പുകളുണ്ട് അല്ലേ. പലതരം പാമ്പുകൾ. അതാണ്ട് ഓരോ കുലയിലൊക്കെ നിറയെ ഉണ്ട് അല്ലേ. മുൻപ് ഇതൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തുറസായി കിടക്കണതായിരുന്നു വട്ടത്തിൽ കിണർ പോലെ. പക്ഷെ ഇപ്പം അതാ കെട്ടി ഭദ്രാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് കണ്ടോ. കണ്ടോ നിറയെ ഉണ്ട്. കൂടിക്കിടക്കണം.
ഇതിലെവിടെ അമ്മ പാമ്പ്? ഇതിൽ പാമ്പല്ല, മുതല, അയ്യോ ക്രൊക്കഡൈൽ, മുതലേൻ്റെ ഇതാണ്. കണ്ടോ, മുതലയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന അതല്ലേ മുതല. അപ്പോൾ ചുറ്റോറം കിടങ്ങുണ്ട്. കിടങ്ങ് കണ്ടതാ തോട് പോലെ ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ടുള്ളതുണ്ട്. അതാ കിടക്കുന്നു. അമ്മൂന് ഈ മുതലയ്ക്ക് ജീവുണ്ടോ എന്ന് നല്ല ഡൗട്ടായിരുന്നു. കാരണം അത് ഇങ്ങനെ അനങ്ങാതെ കിടക്കില്ലേ ഉണ്ട്. അതാ നിൽക്കുന്നു പാമ്പ് കറുത്ത്. നിൽക്കുകയല്ലോ. ആ പാമ്പ് എന്താണ് അറിയില്ല കേട്ടോ. നല്ല വിഷമുള്ള പാമ്പാണ്. ആ കമ്പിലതാ പാമ്പ്. ആ പാമ്പാണ്. ഏതാണ്, വള്ളിച്ചുരുട്ടാന്ന് പറയും. അതിനൊക്കെ വിഷമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതിൽ വിഷമുണ്ടോയെന്ന് അതിൽ എഴുതിയിട്ടില്ല. വിഷമില്ലാന്നും വിഷമുണ്ടെന്ന് എഴുതിയിട്ടില്ല. ഇനി ഇതാ മലമ്പാമ്പ് വേറെ ഉണ്ട്. മലമ്പാമ്പ്, പെരുമ്പാമ്പ് കണ്ടോ. മലമ്പാമ്പ് പല തരത്തിൽ കുറേ കുട്ടികളുണ്ട് അല്ലേ. നമ്മൾ ഒരുപാടെണ്ണം കണ്ടില്ലേ. ഇപ്പോൾ ഇനി വേറെ ഉണ്ട് കേട്ടോ. ഇതാണ് മണ്ണൂലിപ്പാമ്പ് പറയും. അതാ മരത്തിലുണ്ട്. മണ്ണൂലിപ്പാമ്പിന് വിഷമില്ല കേട്ടോ. കാണാനായിട്ട്. മഞ്ഞച്ചേര ഇതിൽ ഉണ്ട്. മഞ്ഞച്ചേര അതാ അവിടെ. മഞ്ഞച്ചേരയ്ക്ക് വിഷമില്ല കേട്ടോ. ഇതിന്റെ പേരെന്തമ്മ? മൂർഖൻ. എവിടെയാ? പാത്രത്തിന്റെ ഉള്ളിലതാ. ബേസിലല്ലേ. ഉള്ളിലും ഉണ്ടല്ലോ. ഇതിലുള്ളതാണ് വള്ളിക്കട്ടൻ പാമ്പ്. അതാ പാത്രത്തിന്റെ അരികില് അല്ലേ. കണ്ടാ തോന്നും കുഞ്ഞേതാണെന്ന്. നമുക്ക് അടുത്ത് പോയി എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ കമ്മിയും ചെറുതായിട്ട് കിട്ടുന്നത്. ഇതിലുള്ള പാമ്പ് ഏതാണ്? അതും മറ്റേ വട്ടക്കൂറയാണ് തോന്നുന്നത്. ഇത് പച്ച നിറത്തിലുള്ള പാമ്പാണ് പച്ചളിപ്പാമ്പ്. ഇത് പറന്നു കൊത്തുന്നാണ് പറയാട്ടോ. ഇപ്പൊ ഒന്നും അധികം കാണാറില്ല. മുൻപൊക്കെ ഇഷ്ടംപോലെ കണ്ടിരുന്നു. മരത്തിൽ കണ്ടോ കൂടൊക്കെ കെട്ടി നല്ല ഭദ്രാക്കിയിട്ടുണ്ട്. മുൻപ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മലമ്പാമ്പാണ്, വലിയ മലമ്പാമ്പ്. മലമ്പാമ്പും പെരുമ്പാമ്പും ഒന്ന് തന്നെയാണ് കേട്ടോ. വലുതാണത്. അതിന് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നല്ല വിഷമുള്ള ഇനങ്ങളൊക്കെ വേറെ ഭാഗത്താണ്. ഇതാണ് വെള്ള രാജവെമ്പാല. ഭയങ്കര വിഷമുള്ള പാമ്പാ. വെള്ള രാജവെമ്പാലയുണ്ട്, കറുത്ത രാജവെമ്പാലയുണ്ട്. അതെ, ഇതാണ് കറുത്ത രാജവെമ്പാല. ഇതൊന്ന് വെള്ളത്തിൽ കൂടെ അതിനൊക്കെ വലിയ കൂടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല നീളം കണ്ടു. ഓട്ടക്കൂടെ വരൂലേ. ഇതെന്താ, എവിടെ പോയി പാമ്പ്? ഇതാണ് വലിയ പെരുമ്പാമ്പ്. ഏറ്റവും വലിയ ഇതിലുള്ളതിൽ അതിന് ഒരു എരേനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരിച്ചാഴിയാണ് ആ മുക്കിലിരിക്കുന്നത്. കണ്ടോ, പതിഞ്ഞ് പേടിച്ചിരിക്കുകയാണ് ഇത് വിശക്കണ നേരമായ പെരിച്ചാഴിനെ പിടിച്ചു തിന്നും. അപ്പം അത് എന്താ അറിയാതെ ഇരിക്കുകയാണ്. അറിഞ്ഞിട്ടില്ല പെരിച്ചാഴി വന്നത് അല്ലേ. അതിനിട്ട് കൊടുത്തത് അറിഞ്ഞിട്ടില്ല തോന്നുന്നു. എങ്ങനെ ഇട്ട് കൊടുക്കത്? ഇതൊക്കെ നല്ല ഭദ്രായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നല്ലേ. അതൊന്നും പുറത്തേക്ക് അതിന് ഡോറൊക്കെ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ടാലേ. പെരുമ്പാമ്പ് പെരുമ്പാമ്പ് മനുഷ്യനെ വീഴുന്നൊക്കെ ചെയ്യും, അറിയില്ലേ? ഇല്ല, മനുഷ്യനൊക്കെ വീഴുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.